സിനിമകളിലും ഡോക്യുമെന്ററികളിലും കടും നിറങ്ങളിൽ നമ്മൾ കണ്ടു ശീലിച്ചൊരു സ്ഥലമാണിത്. മുംബൈയിലെ റെഡ് ലൈറ്റ് ഏരിയയായ കാമാത്തിപുര. 1795 ബ്രിട്ടീഷ് സർക്കാർ മരാമത്ത് പണികൾക്കായി ഹൈദരാബാദിൽ നിന്ന് കാമാത്തികളെ മുംബൈയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനെ മുംബൈയിലെത്തിയ കാമാത്തികൾ തിങ്ങിപ്പാർത്തിരുന്ന ലാൽ ബസാർ എന്ന ഈ സ്ഥലം പിന്നീട് കാമാത്തിപുരയായി. കപ്പൽ ജീവനക്കാരായിരുന്ന ചൈനക്കാരും ജപ്പാൻകാരും റഷ്യക്കാരും കാമാത്തിപുരയിൽ കുടിയേറിയതോടെ കാമാത്തിപുര മെല്ലെ വേശ്യാവൃത്തിക്കും പേരുകേട്ടു തുടങ്ങി. പീല ഹൌസ് എന്നൊക്കെ പേരുള്ള ആദ്യകാല വേശ്യാലയങ്ങൾ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ സ്ഥിരം വിഹാര കേന്ദ്രങ്ങളായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും സ്ത്രീകൾ ഇവിടേക്ക് എത്തിച്ചേർന്നു. സ്നേഹിച്ചവരാലും ബന്ധുക്കളാലും ചതിക്കപ്പെട്ടവരാണ് ഇവരിലേറെ. ചിലരെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുവന്നതാണെങ്കിൽ മറ്റു ചിലർ നിലനിൽപ്പിനായി ഇവരെ സ്വീകരിച്ചവരാണ്. 90കളിലെ എയ്ഡ്സിന്റെയും മറ്റു ലൈംഗിക രോഗങ്ങളുടെയും ശക്തമായ കടന്നുവരവും പോലീസ് പട്രോളിംഗും കൂടെ ആയപ്പോൾ ലൈംഗിക തൊഴിലാളികളുടെ എണ്ണം നന്നേ കുറഞ്ഞു. ഈ അവസരത്തിൽ ഇവരെ പുനരധിവസിപ്പിക്കാൻ മുംബൈയിലെ NGOകൾ ശക്തമായി ഇടപെട്ടു. ഇതിന്റെ ഫലമായി ധാരാളം സ്ത്രീകൾ മറ്റു ജോലികൾ തെരഞ്ഞെടുത്തു. അവരുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിലും പോയി തുടങ്ങി. ഔദ്യോഗിക കണക്ക് പ്രകാരം ഏകദേശം 50,000 ലൈംഗിക തൊഴിലാളികൾ ഉണ്ടായിരുന്ന കാമാത്തിപുരയിൽ ഇന്ന് 2,000 ലൈംഗിക തൊഴിലാളികൾ മാത്രമാണുള്ളത്. അങ്ങനെ ചെറിയ ചുവടുവയ്പ്പുകളോടെ മെല്ലെ കാമാത്തിപുര അതിജീവനത്തിന്റെ പാതയിലാണ്.